എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഹെൽത്തി റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. ചൂടുകാലത്ത് കുടിക്കാൻ പറ്റാവുന്ന ഒരു മികച്ച ആരോഗ്യ പാനീയമാണ്. കൂടാതെ ഒരുപാട് ഹെൽത്തി ബെനിഫിറ്റ്സ് ഉണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഈ ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കാണാം. ഈ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നല്ലതുപോലെ പഴുത്ത 3 തക്കാളി എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റും ഇതിനെ കഴുകി വൃത്തിയാക്കി സെപ്പറേറ്റ് ആയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഗ്രൈൻഡ് ചെയ്യാനായിട്ട് വലിയൊരു മിക്സർ ജാർ എടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ ടൊമാറ്റോയുടെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ കുറച്ച് വെള്ളവും ഒഴിക്കണം. ആദ്യം ഇത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ മാത്രമേ ഇത് അരച്ചെടുക്കാൻ പറ്റൂ, എന്നാലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയുള്ളൂ. മിക്സർ ജാറിൽ അടിച്ചെടുത്ത ക്യാരറ്റിൻ്റെയും ടൊമാറ്റോയുടെയും പേസ്റ്റ് ഇനി അരിച്ചെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഈ ഡ്രിങ്ക് നല്ലൊരു ഫാറ്റ് ബേൺസ് ഡ്രിങ്കാണ്. അതായത് ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ സഹായിക്കാവുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. ഇതാ ഇവിടെ പേസ്റ്റ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ബാക്കി വന്നതാണ്. വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒരിക്കൽ കൂടി അടിച്ചെടുക്കാമേ. അരിച്ചെടുത്തപ്പോൾ ഇത്രയും ജ്യൂസ് കിട്ടി. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ 2 ഗ്ലാസ് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റാകാൻ വേണ്ടിയിട്ടാണ്. ഇനി കൂടുതൽ ഹെൽത്തി ആകാൻ വേണ്ടി ഇതിലേക്ക് ചിയ സീഡ്സ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്കിതിൽ പഞ്ചസാര ചേർത്തത് വേണമെങ്കിൽ ഒഴിവാക്കാം. അതിന് പകരമായിട്ട് തേൻ ഉപയോഗിക്കാം. ഇനി ഈ ഡ്രിങ്ക്സ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഐസ് ക്യൂബ്സോ അതുപോലെ തന്നെ സബ്ജ സീഡ്സോ ചിയ സീഡ്സോ ഒക്കെ ചേർത്ത് കുടിക്കാവുന്നതാണ്. ഇത്തരം ഡ്രിങ്ക്സുകൾ തയ്യാറാക്കിയ ഉടനെ തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് തയ്യാറാക്കി അരമണിക്കൂറിലപ്പുറം വെച്ചിരിക്കരുത്, കാരണം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവും. ഈ ഡ്രിങ്ക്സ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. കൂടുതൽ തിളക്കം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും. അതുപോലെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ സഹായിക്കും. ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കും. ടൊമാറ്റോയും ക്യാരറ്റും കൊണ്ടുണ്ടാക്കിയ ഡ്രിങ്ക്സ് ആയതിനാൽ ഇതിൽ പവർഫുൾ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതിലും മികച്ചൊരു ആരോഗ്യപാനീയം അധികമില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.